ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറച്ച് ചെടികൾ നട്ടു കൊടുക്കാനുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഞാൻ അതിനായിട്ട് ഓൺലൈനിൽ നിന്ന് കുറച്ച് ചെടിച്ചട്ടികൾ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിലേക്ക് എൻ്റെ ഓർക്കിഡ് പ്ലാന്റുകളെല്ലാം നട്ടു കൊടുക്കാനാണ് ഇന്നത്തെ എൻ്റെ പ്ലാൻ. അപ്പോൾ അതിനായിട്ട് ഞാൻ ചട്ടികളെല്ലാം നല്ലപോലെ ഹോളിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എങ്കിലും നല്ലപോലെ വെള്ളമൊക്കെ വാർന്നു പോയാൽ മാത്രമേ ചെടികൾ അഴുകി പോകാതെ നല്ല രീതിക്ക് നമുക്ക് കിട്ടൂ. അതിനായിട്ട് ഞാൻ ചട്ടികളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നട്ടുകൊടുക്കാൻ ആവശ്യമായ ചകിരിയും തൊണ്ടും കുറച്ച് കരിയിലയും മണ്ണും കൂടിയുള്ള കമ്പോസ്റ്റും പിന്നെ കുറച്ച് വളം ചേർത്ത സാദാ മണ്ണിൽ കുറച്ച് മണ്ണ്, ചാണകപ്പൊടി, കുറച്ച് കമ്പോസ്റ്റ് എല്ലാം കൂടി മിക്സ് ചെയ്ത മണ്ണാണ്. അപ്പോൾ ഈ പ്ലാന്റാണ് നമുക്കിന്ന് റീപോർട്ട് ചെയ്തെടുക്കാനുള്ള. ഇതൊരു ചട്ടിയിൽ ഈ അകത്ത് വെള്ള ഷെയ്ഡ് വരുന്ന ഒരു നീല പൂവാണ്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പൂവായിരുന്നു. പക്ഷേ ഇപ്പോൾ അതെല്ലാം കൂടി നിറഞ്ഞ് ചട്ടിയിലാകെ നിറഞ്ഞ് പോയിട്ട് ഒന്നും പൂക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതിങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നത് കൊണ്ടാണ് പൂക്കാത്തതെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിനെല്ലാം നമുക്ക് സെപ്പറേറ്റ് ആക്കി ഓരോ ചട്ടിയിലാക്കി നട്ടു കൊടുത്ത് നോക്കാം. അപ്പോൾ അത് പൂക്കുമോയെന്നറിയാമല്ലോ. എന്തായാലും അതിനെല്ലാം നമ്മൾ ഓരോന്നായിട്ട് ഇളക്കി ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു തൈ പോലും പാഴിപ്പോകാത്ത രീതിയിൽ എല്ലാം നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് ഒരുപാട് വേരുകളുണ്ട്. വേരുകളെല്ലാം കൂടി ആകെ നിറഞ്ഞിങ്ങനെ ആയി പോകുമ്പോഴാണ് ഈ ചെടി പൂക്കാതെ ആയി പോകുന്നത്. അപ്പോൾ നമുക്ക് കണ്ടോ, ഇത്രയും അതിൻ്റെ വേരുകളാണ് കണ്ടോ. ഈ വേരെല്ലാം കൂടി ആ ചട്ടിയിലാകെ നിറഞ്ഞു പോയിട്ടാണ് ഇത് പൂക്കാതെ വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ തന്നെ ഇളക്കി മാറ്റി മാറ്റി ഓരോ ചട്ടിയിലായിട്ട് നട്ടു കൊടുക്കുമ്പോൾ അത് നിറയെ പൂക്കും എന്നാണ് ഞാൻ മാറ്റി നട്ടിടത്തോളം അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മുമ്പ് തന്നെ ഇത് ഒരുപാട് ചട്ടിയിൽ ഇങ്ങനെ നിറഞ്ഞിരുന്നപ്പോഴെല്ലാം ഞാൻ മാറ്റി നട്ടിട്ടുണ്ട്. അപ്പോഴെല്ലാം പിന്നീടാണ് അത് നിറയെ പൂക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനായിട്ട് ആദ്യം അതിൽ ചട്ടിയിൽ തൊണ്ട് വെച്ചിട്ട് പിന്നെ കുറച്ച് കരിയിലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ മണ്ണും ചാണകപ്പൊടി, മണൽ എല്ലാം കൂടി മിക്സ് ചെയ്തതാണ് ആ മണ്ണ്. അപ്പോൾ അതിൽ നിന്നും കുറച്ച് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു ഒരു ജൈവവളമാണത്. അത് പൂക്കാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ അതിൽ നിന്നും കുറച്ച് ബയോ ഫുഡും കൂടി ആഡ് ചെയ്താണ് ഞാൻ നട്ടു വയ്ക്കുന്നത്. അങ്ങനെ എല്ലാത്തിലും തൊണ്ടും കരിയിലയും മണ്ണും എല്ലാം കൂടി മിക്സ് ചെയ്ത മണ്ണും പിന്നീട് ചാണകപ്പൊടിയും മണലുമായി മിക്സ് ചെയ്ത മണ്ണും കൂടി ഇട്ട് കുറച്ച് ബയോ ഫുഡും കൂടി ആഡ് ചെയ്ത് കുറച്ച് മണ്ണും കൂടി മീതെ ഇട്ട് ഇങ്ങനെയാണ് ഞാൻ സാധാരണ ചെടികൾ നട്ടു വയ്ക്കുന്നത്. എന്തായാലും അങ്ങനെ നടുമ്പോൾ നിറയെ പൂക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ തൊണ്ടും കരിയിലയും മണ്ണും കൂടിയൊക്കെ മിക്സ് ചെയ്ത് നടുമ്പോൾ ഈ മണ്ണൊന്നും കട്ട കെട്ടാതെ ഇതിന് പ്രത്യേകിച്ച് ഈ ഓർക്കിഡ് നടുമ്പോൾ ഇങ്ങനെ കുറച്ച് ചകിരിയും കരിയിലയും മണ്ണും മണലും ചാണകപ്പൊടിയും ബയോ ഫുഡും എല്ലാം കൂടി മിക്സ് ചെയ്ത് നടുമ്പോൾ അത് നല്ല രീതിക്ക് നിറയെ അത് പൂക്കാൻ സഹായിക്കും. നിറയെ പൂക്കൾ വരും. അപ്പോൾ ഒരുപാട് തൈകളും വരും കേട്ടോ. അങ്ങനെ ഞാൻ 10 ചട്ടികളാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിലെല്ലാം ഞാൻ നട്ടു കൊടുത്തിട്ടുണ്ട്. ഇതെനിക്ക് ഓർക്കിഡിൻ്റെ തന്നെ ഒരു വെള്ള തൈ എനിക്ക് എൻ്റെ അനിയത്തി തന്ന് ഞാൻ അങ്ങനെ നട്ടത് പൊടിക്കാൻ വെച്ചിരുന്നതാണ്. അത് ഇപ്പോൾ ഞാൻ മതിലിന് മുകളിൽ വെച്ചിരുന്നു. അപ്പോൾ പൂച്ച തള്ളിയിട്ട് അതെല്ലാം പൊട്ടിച്ച് കളഞ്ഞു. എൻ്റെ ചട്ടിയോടെ പൊട്ടിപ്പോയി. അപ്പോൾ അതിനെയും കൂടി നമുക്കൊന്ന് റീപ്ലാന്റ് ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ ഇത് ഞാൻ നേരത്തെ തന്നെ ആ ചട്ടിയിൽ തൊണ്ടും അടിയിൽ കരിയില എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് മുകളിലായിട്ട് കുറച്ച് കരിയില കമ്പോസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് നമുക്ക് ആ മണ്ണും ചാണകപ്പൊടിയും മണലും കൂടിയുള്ള മണ്ണും കൂടി മിക്സ് ചെയ്ത് കുറച്ച് ബയോ ഫുഡും കൂടി ഇട്ട് കൊടുത്ത് അതിന് ശേഷം കുറച്ച് മണ്ണും കൂടി ഇട്ട് നമുക്ക് അതിനെയും നല്ല രീതിക്ക് വയ്ക്കാം. അപ്പോൾ അതും ഒന്ന് നന്നായി പൊടിച്ച് വരട്ടെ. ഇനി നമുക്കിതെല്ലാം നമുക്കിതെല്ലാം മാറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ മണ്ണും എല്ലാം കൂടി ഞാൻ നട്ടൊക്കെ വന്നപ്പോൾ അവിടെ മൊത്തം മണ്ണും പൊടിയൊക്കെ ആയിട്ടുണ്ട്. അതിനെല്ലാം നമുക്കൊന്ന് തൂത്തുവാരി വൃത്തിയാക്കിയിട്ട് നമുക്ക് നമ്മളെ ചെടികളെല്ലാം നല്ലപോലെ സെറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ അതെല്ലാം ചട്ടികളിലാക്കി ഞാൻ പുതിയ തൈകളെല്ലാം
നന്നായി നട്ടു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം പൊടിച്ച് പൂക്കളാകുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പുതിയ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്ന് എൻ്റെ ഈ ചെടികൾ നട്ടതിനെക്കുറിച്ചും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നെല്ലാം നിങ്ങളെനിക്ക് കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയുമാണ്. അങ്ങനെ ഓർക്കിഡ്സിനെ എല്ലാം ഞാൻ ചട്ടികളിലാക്കി നട്ടു കൊടുത്തു.